എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെറിയ ചെറിയ റീൽസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. എന്നെ ഒത്തിരി ആളുകൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ചെയ്യുന്ന റീലിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. എനിക്കതൊക്കെ അറിയാൻ പറ്റും. നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. അവരുടെ പേരുകൾ ഞാൻ എടുത്തിങ്ങനെ പറയുന്നില്ല. കുറേ പേരുണ്ട്. ഇപ്പോൾ ഞാൻ നാട്ടിലുണ്ട്. ഞാൻ മുന്നേ ഖത്തറിൽ തന്നെ ആയിരുന്നല്ലോ. കുറേ നാൾ ഖത്തറിലായിരുന്നു. ഇപ്പോൾ നാട്ടിലുണ്ട്. ഖത്തറിലേക്ക് പോകും. പിന്നെ എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഈദ് ആഘോഷിക്കുന്നുണ്ടല്ലേ? ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ ചങ്കുകൾക്കും, എൻ്റെ പ്രിയ സഹോദരന്മാർക്കും, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും, എൻ്റെ വേണ്ടപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഒരു നല്ല ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഈദ് മുബാറക്ക് കേട്ടാ. അപ്പോൾ എല്ലാവരും സന്തോഷമായി ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ മഴയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പോണു. ഞങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ കണ്ട് പെയ്തപ്പോൾ മേക്കാച്ചിത്തവള ഇങ്ങനെ കുറേ ഇങ്ങനെ കരയും. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര കരച്ചിലാണ് തവളാച്ചി. അപ്പോൾ നല്ല രസമാണ് തവളയുടെ കരച്ചിൽ കേൾക്കാൻ, നല്ല രസമാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കിളികൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടാണ്ടും ഭക്ഷണമൊക്കെ ഞാൻ വേനൽ സമയത്ത് നന്നായി ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ മുറ്റത്ത് കുയിൽ വരും, പൂത്താങ്കിരി വരും, കാക്ക വരും, പിന്നെ ചെമ്പൂത്ത് വരും, അണ്ണാൻ വരും, കീരി വരും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ പറമ്പിലൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കും ഇവരൊക്കെ. അപ്പോൾ എന്നെ എന്നും രാവിലെ വന്ന് ഒരു കാക്ക എന്നെ വിളിക്കും, മുനീറ എന്ന് വിളിക്കും. അപ്പം ഞാൻ എന്തേടാ നിനക്ക് വിശക്കണുണ്ടോ? അപ്പോൾ ഞാൻ ഗോതമ്പ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ റേഷൻ കടയിൽ പോയി എനിക്ക് കുറച്ച് ഗോതമ്പുണ്ട്. അപ്പോൾ 2 കിലോ ഗോതമ്പ് കിട്ടി എനിക്ക്. അപ്പോൾ ഗോതമ്പ് ഞാൻ മേടിച്ച് ഞാൻ കാക്കയ്ക്ക് ഇട്ട് കൊടുക്കും. രാവിലെ ശരിക്കും കറക്റ്റ് 8 മണിക്ക് വരും അത്. അങ്ങനെ ഞാൻ ഗോതമ്പ് മണി ഇട്ട് കൊടുക്കും. ആൾ കൊക്കിയിൽ കൊത്തി കുറച്ച് കൊണ്ടുപോകും. എവിടേക്കാണെന്നറിയില്ല. പോയിട്ട് തിരിച്ച് വരുമ്പോൾ 2-3 പേരുണ്ടാവും കൂടെ. എന്നിട്ട് അവർക്കും കൊടുക്കും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ അണ്ണാൻ വരും, കുയിൽ വരും, പൂത്താങ്കിരി വരും, കുരുവി വരും, ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സുഖമായിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ 5-ാം വാർഡിലെ പ്രണയം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു വെബ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ പുതിയത് ഒരെണ്ണം തുടങ്ങുന്നുണ്ട് സീരിയൽ. ചെറിയൊരു ഇതാണ് അത്. പേര് എന്താണെന്ന് ഇട്ടിട്ടില്ല. പേര് എനിക്കറിയില്ല. എന്താ ഡയറക്ടർ സാർ ഇട്ടത് എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരാം. മനസ്സിൽ നിന്നും മനസ്സു മാത്രം മായ്ക്കരുതേ, എല്ലാം അറിയുന്ന ഹൃദയങ്ങളുണ്ട്, എല്ലാത്തിനും ഒരു നാൾ വരുമെന്ന് ഞാൻ കൊതിച്ചുപോയി. സ്വപ്നം കാണാറുണ്ടോ? സ്വപ്നം കാണാറുണ്ടോ? ഞാൻ പാട്ടൊക്കെ പാടും, നല്ല പാട്ടുകളൊക്കെ പാടും. പിന്നെ പ്രശസ്ത കണ്ണൂർ സീനത്ത് എൻ്റെ ഒരു നല്ലൊരു കൂട്ടുകാരിയായിരുന്നു കേട്ടോ. പാവ, ഇഷ്ടമാണ്. ആൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കും എന്താണ് മുനീറ അതിൻ്റെ വിശേഷമൊക്കെ, സുഖമല്ലേ?
എനിക്ക് ആധികാരികമായിട്ടൊന്നും എല്ലാം ഒന്നും അറിയില്ല. ആളൊരു ഗായിക എന്നുള്ള ഒരു ബേസ് എനിക്ക് നന്നായിട്ടറിയാം. നല്ലൊരു ഗായികയാണ്. പിന്നെ പെരുന്നാളാണ്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. അത് കൂട്ടത്തിൽ പ്രിയപ്പെട്ട മമ്മൂക്കാക്കും ലാലേട്ടന് അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, നല്ല നല്ല കലാകാരന്മാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും എൻ്റെ എല്ലാ ജീവജാലങ്ങൾക്കും ഇന്ന് എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഈ 2026 വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി, എന്താണെന്നറിയില്ല. പിന്നെ 26 നല്ലൊരു വർഷം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ എല്ലാവരും? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കും. ഞാനിങ്ങനെ റീൽസ് ചെയ്യുമ്പോൾ അതിന് മെസ്സേജൊക്കെ വിടുക, അപ്പോൾ എനിക്ക് വിശേഷങ്ങൾ വായിക്കാൻ പറ്റും. പിന്നെ എന്നെ സംബന്ധിച്ചോളം പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ മഴ ഇന്ന് കുറവാണ്, മഴയില്ല. മഴ പെയ്യാണ്ടിരിക്കില്ല. എല്ലാവരും ഈദ് മുബാറക്ക് എല്ലാവരും ഇപ്പോൾ എന്നോട് പറയുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴേലും പറയും കേട്ടോ. കാപ്പുമല കണ്ട പൂങ്കാറ്റേ, കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരയ്ക്ക കായ്ക്കുന്ന നാടിൻ്റെ മധുനൂറ് കിസ്സ പറഞ്ഞാട്ടെ, ആമിന കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിടുന്നു, ആരംഭ പൈതൽ പിറന്ന നേരം. അതത്രേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സന്തോഷം, സമാധാനം. എനിക്ക് ചെറിയ വയ്യായൊക്കെ ഉണ്ട്, അസുഖങ്ങളൊക്കെ ഉണ്ട്. ചില നേരം ഇപ്പം നല്ല തലവേദന ഉണ്ട്. കുറേ തലവേദന മരുന്നൊക്കെ എടുത്ത് പറ്റി ഞാൻ കുറച്ച് വെറും ചായ എടുത്ത് കുടിച്ചു. അങ്ങനെ പോണു ഇന്നത്തെ ദിവസം. അങ്ങനെ ഇന്ന് എത്രാം തീയതി? 26/5/2026. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും, എനിക്ക് ലോകമെമ്പാടും ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.